എല്ലാ കൊല്ലവും 100 മേനി വിളവെടുക്കുന്ന നെൽപ്പാടത്താണ് കേരളത്തെ നടുക്കിയ ആ വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. പച്ചപ്പ് വിതച്ചിരിക്കുന്ന പാടത്തിനൊത്ത നടുവിൽ കരിഞ്ഞുകിടക്കുന്ന ദുരന്ത ഭൂമി ഇന്നിപ്പോൾ ഉള്ളൊലിക്കുന്ന കാഴ്ചയാണ്. നാളെ സാമ്പിൾ വെടിക്കെട്ടിന് മാനത്ത് വിസ്മയം തീർക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടന്ന പ്രദേശം ഇപ്പോൾ ദുരന്തഭൂമിയാണ്. 100 മേനി നെല്ല് വിളയുന്ന പാടത്ത് മുണ്ടത്തിക്കോട് കുട്ടംകുളവും പാടവും സമീപ പ്രദേശവുമാകെ ഇപ്പോൾ വെടിമരുന്നിന്റെയും കത്തിക്കരിഞ്ഞ മാംസത്തിന്റെയും രൂക്ഷഗന്ധമാണ്. പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്ന സ്ഥലം ലൈസൻസി സതീഷിന്റേത് തന്നെയാണ്. ബാക്കിയുള്ള 2.5 ഏക്കർ നെൽപ്പാടം മറ്റു പലരുടെയും. അത് സതീഷിന്റെ തന്നെ. ആ കുറച്ച് പാടങ്ങളടക്കം അത് ആളുടെയാ. ഏക്കർ കണക്കിനുണ്ടെന്ന് തോന്നുന്നത് സ്ഥലം. അത് കഴിഞ്ഞ് നെൽകൃഷി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുണ്ട്. 3 പതിറ്റാണ്ടോളമായി മുണ്ടത്തിക്കോട് പാടത്ത് വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നുണ്ട്. പാടത്തിന് ചുറ്റും 100 മീറ്ററോളം അപ്പുറത്താണ് വീടുകളുള്ളത്. ഇതൊക്കെ പരിഗണിച്ചാണ് പടക്കം നിർമ്മിക്കുവാനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളതും. തിരുവമ്പാടിയുടെ ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീഷ് വർഷങ്ങളായി ഇവിടെ തന്നെയാണ് വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നതും. എല്ലാ വർഷവും 100 മേനി വിളവെടുക്കുന്ന നെൽപ്പാടമാണ്. ഇതിന് നടുവിലാണ് നാടിന് നടുക്കിയ വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. ദുരന്തം ബാക്കിയാക്കിയത് ഈ നാടിന് ഒരിക്കലും മറക്കാനാവാത്ത കണ്ണീരോർമ്മകൾ മാത്രം. ഷാരിഖ് നവാസ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.